ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നെയിം മീറ്റിംഗ് ചാലഞ്ച് ആണ് കേട്ടോ. അനീറ്റ എന്നുള്ള നെയിമാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. ഒരുപാട് കമന്റ് വന്നായിരുന്നു കേട്ടോ ഈ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വായോ നമുക്ക് നെയിം മീറ്റിംഗ് ചാലഞ്ചിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ലെറ്റർ വരുന്നത് എ ആണ്. എയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് അവൽ മിക്സർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗിന്റെ കൂടെ പുതിയ അതിഥി എത്തിയിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും പല്ല് വെച്ചല്ലേ പൊട്ടിക്കുന്നത്. ഇപ്പൊ ഞാൻ സിസർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ അതിഥിയായി നമ്മുടെ കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മിക്സറാണ് കേട്ടോ ഈ അവിൽ മിക്സർ. നല്ല ടേസ്റ്റ് അല്ലേ, നല്ല മധുരമൊക്കെ വന്നിട്ടുള്ളത്. പണ്ട് ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും അമ്മ എപ്പോഴും വാങ്ങി തരുമായിരുന്നു കേട്ടോ. കുറേ ഇത് മേടിച്ച് വെക്കായിരുന്നു വീട്ടിൽ. ഇപ്പം ഇതൊക്കെ വല്ലപ്പോഴും ആണ് കേട്ടോ വാങ്ങുന്നത്. ഇപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം വെച്ച് നമുക്ക് സാധനവും കിട്ടി. അങ്ങനെ എടുത്തതാണ് കേട്ടോ. എൻ്റെ താഴെ കുഞ്ഞുമണി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമണിക്കും കുറച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ എ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പോൾ അടുത്ത ലെറ്റർ വരുന്നത് എന്നാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് നട്ടോസിന്റെ ഗ്രീൻ പീസ് മസാലയാണ് കേട്ടോ. ഇത് മിക്കപ്പോഴും ഇവിടെ വാങ്ങിക്കൊണ്ട് തന്നെയാണ് കേട്ടോ. ചേട്ടായാണ് ഇതിപ്പോൾ വാങ്ങുന്നത്. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ മറ്റേ പീനട്ടിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല മസാല ഇട്ടത്. പക്ഷേ ഉണ്ടല്ലോ ഇതിന് ഭയങ്കര എരിവാണ്. ഒരുമാതിരി മാഗിയുടെ അണക്കത്തെ ഒരു മസാലയും അതേ കണക്കന്നെ പെപ്പറൊക്കെ ഇട്ട് നല്ല എരിവാണ് കേട്ടോ ഇതിന്. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഞാൻ കഴിക്കും. കുഞ്ഞുമണിക്കൊന്നും കൊടുക്കില്ല കേട്ടോ, നല്ല എരിവുണ്ട് ഇതിന്. അങ്ങനെ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പോൾ അടുത്ത ലെറ്റർ വരുന്നത് ഐ ആണ്. ഐയിൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഐസ്ക്രീം ആണ് കേട്ടോ എപ്പോഴത്തെ പോലെ. പക്ഷെ നമ്മൾ ഓരോ വട്ടം എടുക്കുമ്പോഴും പല പല ഫ്ലേവറല്ലേ എടുക്കുന്നത്. ഇപ്രാവശ്യം എടുത്തത് മാംഗോയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീം ആണ് കിവിയുടെ. ഇതിന്റെ പുറത്തായിട്ട് നല്ല മാംഗോയുടെ ഫ്ലേവറുള്ള ജെല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് നമ്മൾ ഈ പഴുത്ത മാങ്ങയൊക്കെ കഴിക്കില്ലേ, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക ഐസ്ക്രീമിൽ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുള്ളതിന് ഇത്രയും ടേസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് നല്ല രീതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കില്ല, അമ്മ അത് ടേസ്റ്റ് ആയിരുന്നു. നല്ല പഴുത്ത മാങ്ങ നമ്മൾ എങ്ങനെ ഫ്രഷ് ആയിട്ട് കഴിക്കുന്നു അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് കഴിച്ച് ഇത് തീരാറാകുമ്പോഴത്തേക്ക് ഒരുമാതിരി പുളിപ്പ്, ഒരു രീതിക്ക് ചെറിയ പുളിപ്പുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ കൊള്ളാം, നമ്മൾ കറക്റ്റ് മാങ്ങ കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. പക്ഷേ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഒരു ചെറിയ രീതിക്ക് പുളിപ്പുണ്ട്. അടുത്ത ലെറ്റർ വരുന്നത് ടീ ആണ്. ടീയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ട്രോപ്പിക്കാനയാണ് കേട്ടോ. ഗുവയുടെ ഫ്ലേവർ ആണ് എടുത്തേക്കുന്നത്. ട്രോപ്പിക്കാന ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഈ വീട്ടിൽ അച്ഛനാണ് കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രാത്രിയിൽ കുടിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഓറഞ്ചിന്റെ ഫ്ലേവർ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വെറൈറ്റി ഗുവയുടെ ഫ്ലേവർ എടുത്ത്. അപ്പോൾ ടീ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ലെറ്റർ ആയ എയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് അമൂലിന്റെ കൂൾ ഡ്രിങ്ക്സ് ആണ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം എടുത്തേക്കുന്നത് ഒരു ഏലാച്ചിന്നോ അങ്ങനെ എന്താണ്ട് പറഞ്ഞ ഒരു ഫ്ലേവർ ആണ് കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്താണ്. ഒരു വട്ടം ഞാൻ ഇത് കുടിച്ച് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ വെച്ച് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങ് എടുത്താ കേട്ടോ. പക്ഷെ ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രീതിക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഡെയിലി വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നെയിം മീറ്റിംഗ് ചാർജ് ഇന്നാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇനി മുതൽ ഡെയിലി വീഡിയോസ് വരെ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി എന്തെങ്കിലും വെറൈറ്റി രീതിയിലുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടേക്കണേ. നമുക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പറയുന്ന രീതിക്കുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാവേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് വരാൻ. ബൈ ബൈ, സീ യു ഉമ്മ.